നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി നമുക്ക് ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം ഒന്ന് പ്രവചിച്ച് നോക്കാം. ഒപ്പം തന്നെ ഉത്സവ ചടങ്ങുകളെ കുറിച്ചൊന്നും പറയാട്ടോ. 2 നേരം കാഴ്ചശീവേലിയുണ്ട്, വൈകിട്ട് ഗംഭീരമായിട്ടുള്ള വിളക്കെഴുന്നള്ളിപ്പുണ്ട്, പിന്നെ ഉച്ചയ്ക്ക് ചാക്യാർകൂത്ത്, പാഠകം, അതൊക്കെ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ശ്രീഭൂതബലിയുടെ സമയത്താണ് ഭഗവാനെ രാത്രി 8:30 മുതൽ 12:30 വരെ എഴുന്നള്ളിച്ച് വെക്കുക പഴുക്കാമണ്ഡപത്തിൽ. അപ്പോൾ പഴുക്കാമണ്ഡപമൊക്കെ കണ്ട് തൊഴാം. പിന്നെ ഇന്ന് 6ാം ഉത്സവം ആയതുകൊണ്ട് തന്നെ ഇന്ന് സ്വർണ്ണക്കോലത്തിലാണ് ഭഗവാൻ എഴുന്നള്ളുക. അപ്പോൾ ആ ഒരു കാഴ്ച കൂടെ ഇന്ന് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ പണ്ട് പുന്നത്തൂർ കോവിലകം വകയായിരുന്നു ഈ 6ാം ഉത്സവ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം തമ്പുരാൻ വന്നിട്ട് കാണാനായിട്ടിരിക്കും ആ വടക്ക് ഭാഗത്ത്. അപ്പോൾ വക കൊട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങ് കൂടി ഉണ്ട്. കാരണം ഈ മേളക്കാരുടെയൊക്കെ പ്രാഗൽഭ്യം തമ്പുരാനാണല്ലോ വന്നിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ മുന്നിൽ കാണിക്കാനായിട്ട്. അതിനാണ് വക കൊട്ടൽ എന്ന് പറയാം. അദ്ദേഹത്തിന്റെ വകയായിട്ട് പാരിതോഷികങ്ങളൊക്കെ ഓണപ്പൊടികളൊക്കെ കൊടുക്കുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വക കൊട്ടൽ ഇന്നാണുള്ളത്. ഇത് ക്ഷേത്രത്തിന് അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. പുറത്ത് ഗംഭീരമായിട്ടുള്ള കലാപരിപാടികളാണ് ഓരോരോ വേദികളിലായിട്ട് നടക്കുന്നത്. അഷ്ടപതിയുണ്ട്, സംഗീത കച്ചേരികളുണ്ട്, അതേപോലെ തന്നെ നൃത്താവിഷ്കാരങ്ങളുണ്ട്, പിന്നെ ഇന്ന് കരകാട്ടമൊക്കെ ഉണ്ട് കേട്ടോ വൈകുണ്ഠം വേദിയിൽ വൈകിട്ട്. അപ്പോൾ ഇതൊക്കെ കാണാനായിട്ട് എല്ലാവരും ഗുരുവായൂർക്ക് വന്നോളൂ. അപ്പം ഇനി നമുക്ക് അലങ്കാരത്തിലേക്ക് കടക്കാം. ഇന്നലെ നമ്മുടെ ഭഗവാനെ ആനപ്പുറത്ത് ശിവേലിക്ക് തിടമ്പുമായിട്ടിരിക്കുന്ന രീതിയിലായിരുന്നു ഉച്ചപൂജയ്ക്ക് ചാർത്തിയിട്ടുണ്ടായിരുന്നത്. കീശാന്തി തിടമ്പ് കയ്യിൽ പിടിക്കുന്നതിന് പകരം ഇന്നലെ ഭഗവാൻ തന്നെയായിരുന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അത് വിശേഷപ്പെട്ട ഒരു സ്പെഷ്യൽ അലങ്കാരം ആയതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ആർക്കും പ്രവചിക്കാനായിട്ട് സാധിച്ചില്ല. എന്നിരുന്നാലും അതിനെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഉണ്ണിക്കണ്ണൻ ആനപ്പുറത്തായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് ഒരു ഭക്ത പറഞ്ഞിട്ടുണ്ട്. ജിമ്മി ലിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ജിമ്മിന്ന് തന്നെയാണ് പേര് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ അലങ്കാരം എന്തായിരിക്കും എന്നൊന്ന് പ്രവചിച്ച് നോക്കാം. ഇന്ന് മാർച്ച് 5-ാം തീയതി വ്യാഴാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ഉച്ചപൂജയ്ക്ക് ശേഷം നട തുറക്കുന്ന സമയത്ത് ഭഗവാൻ ഏത് രൂപത്തിലായിരിക്കും, ഏത് ഭാവത്തിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇപ്പോൾ തന്നെ ഈ വീഡിയോയ്ക്ക് ചുവടെയായിട്ട് കമൻറ്റ് ചെയ്തോളൂ.